പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ജീവൻ്റെ വഴി എന്ന ഈ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന അടിയങ്ങളെയും ഇതിൽ പങ്കുചേർന്ന് ഇത് കാണുകയും ഈ ആരാധനയിൽ പങ്കുചേരുകയും വചനം ശ്രവിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുയേശുവിൻ്റെ സമാധാനം, രക്ഷയുടെ ആനന്ദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വേദനിക്കുന്നവരാരെങ്കിലും ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ കൃപ പെയ്തിറങ്ങണമേ. എല്ലാ ക്രമീകരണങ്ങൾക്കുമായി സ്തോത്രം, എല്ലാറ്റിനുമായി നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനേ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനേ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനേ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനേ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെ ആ ദിനത്തിൽ. ലോകേ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ലോകേ കഷ്ടങ്ങളുണ്ടെങ്കിലും
ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തേരുവിൽ വീണ്ടും കാണും പ്രിയനെയാ ദിനത്തിൽ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തേരുവിൽ വീണ്ടും കാണും പ്രിയനെയാ ദിനത്തിൽ പ്രിയനെയാ ദിനത്തിൽ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ജീവന്റെ വഴി എന്ന ശുശ്രൂഷയിൽ നിങ്ങളോട് ചേർന്നായിരിക്കാൻ സ്വർഗത്തിലെ പരമകാരുണ്യവാനായ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. 1994 ആത്മഭാരമുള്ള ഒരു പറ്റം ദൈവമക്കൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ഭാരത സുവിശേഷീകരണം ലാക്കാക്കി സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച് പിന്നിട്ട 31 വർഷം പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് കാട്ടുപ്രാക്കൾ യേശുവിനെ അറിയുവാനും ദൈവിക പ്രമാണമനുസരിച്ച് സഭയുടെ ആണിക്കല്ലുകളെ വിസ്തൃതമാക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതിനെ നിർബന്ധിച്ചതും കുറിവാക്യവുമായും ലഭ്യമായിരിക്കുന്ന ദൈവിക തിരുവെഴുത്ത് ശുദ്ധമുള്ള എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ തിരുവെഴുത്താണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പണിതിരിക്കുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. ഇവിടെ യെരുശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിലാണ് ഈ വേദവാക്യം പ്രസ്താവ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ തന്നെയും യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവെഴുത്തിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗീയ സുന്നഗദോസിൻ്റെ ഒരു നിശ്ചയം കാണുവാൻ കഴിയും. അനന്തരം യഹോവയായ ദൈവം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് തിരുവായി മൊഴിയുകയാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പാർഗിലിത്താറൂക സ്വർഗീയ സുന്നഗദോസ്. അതാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. പിതാക്കന്മാർ സഭ ഇങ്ങനെ പറയുന്നു: ഓദം സോയിൽ നിന്ന് ഒരു കുശവനെ പോലെ തമ്പുരാൻ തൻ്റെ തൃക്കരങ്ങളിൽ മണ്ണെടുത്ത് യഹോവയുടെ മനോഹരമായ രൂപത്തിലും ദൈവത്തിൻ്റെ മനോഹരമായ ഛായയിലും സാദൃശ്യത്തിലും
സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകത്തിലെ ജനകോടികൾ. ഇവിടെയാണ് നാം വായിച്ച തിരുവെഴുത്തിൻ്റെ പ്രത്യേകത. ഞാനും നിങ്ങളും ആരാണ്? എസ്ര വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നതിൻ്റെ ശുശ്രൂഷക്കാർ. ഏറിയ സംവത്സരങ്ങൾക്ക് മുമ്പ് പണിത ആലയം അതിന്ന് തീ വെച്ച് ചുട്ടുകരിക്കപ്പെട്ടിരിക്കുക. ദൈവമക്കളെ, ആനുകാലിക പ്രസക്തമായി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ പൊന്നുതമ്പുരാൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അനേക ജീവനുള്ള ദൈവമന്ദിരങ്ങൾ മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അശുദ്ധിക്കും പാപത്തിലും സഭാവ്യത്യാസമെന്നെ, സമൂഹ വ്യത്യാസമെന്നെ, ജനതതി വ്യത്യാസമില്ലാതെ പാപത്തിൽ നീന്തി തുടിക്കുന്നു. ആർക്കാണ് ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം? യോഹന്നാന്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ തിരുവെഴുത്ത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം ലോകത്തിൽ കടന്നു വന്നു. യേശു കർത്താവ് ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 2024 വർഷം മുമ്പ് ബേത്ലഹേമിലെ കല്ലിടാവിൽ സാക്ഷാൽ ദൈവമായവൻ ദൈവവേഷം ധരിച്ച്, ദാസ്യവേഷം ധരിച്ച്, തന്നെ താൻ താഴ്ത്തി ആ കാലിത്തൊഴുത്തിൽ കീറ്റുശീലയിൽ കന്യകയുടെ മടിയിൽ പൂർണ്ണനായ ദൈവം മനുഷ്യനായി പിറന്നു വീണു. ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി. എന്നാൽ 2024 വർഷം പിന്നിടുമ്പോഴും ഈ വെളിച്ചം ഇന്നും അനേക സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാതെ ദൈവത്തിൻ്റെ ജനങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയുന്ന വേദനാജനകമായ കാഴ്ച. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ തിരുവെഴുത്തിൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇത്ര വിലയേറിയ സ്നേഹം ദൈവത്തിൻ്റെ ദൈവമക്കളെ ഇന്ന് വിദ്യാവിഹീനരായും ഈ ദൈവം എന്തെന്ന് അറിയാതെയും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവെഴുത്ത് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത കർത്താവ്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ഒരു ദൈവം. ഗലീലിയ കടലിൻ്റെ പ്രാന്തപ്രദേശത്ത് മീനുളുമ്പ് നാറിയ മുക്കുവന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരെ, ഇനി ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരെല്ലാം മനുഷ്യരെ പിടിക്കുമെന്നുള്ള ആ വലിയ ആഹ്വാനം നൽകിയ അഭിഷേകത്തിൻ്റെ അഗ്നിയിൽ ചേർത്ത കർത്താവ് ഇന്നും ഈ വലിയ ശുശ്രൂഷകൾ ചെയ്തെടുക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവെഴുത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എങ്ങനെയാണ്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. സുവിശേഷ വേലക്കാരായി എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, പോകുക, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക, ഫലം നിലനിൽക്കണം. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാത്രി മുഴുവനും ഗലീലിയ കടലിൻ്റെ പ്രാന്തപ്രദേശ ക്രിസ്തുവിനെ കൂടാതെ വലവീശിയ മുക്കുവരന്മാരായ പത്രോസ് പേർപ്പെട്ടവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പിടിച്ച മത്സ്യം വല്ലതും കൂട്ടുവാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിസ്സഹതയോടെ അവർ പറയുന്നുണ്ട്,
അവരെ കുറ്റം സമ്മതിക്കുകയാണ്. കർത്താവിനെ കൂടാതെ പടകും വലയുമായി പോയവർ പറയുക, ഇല്ല കർത്താവേ, ഒന്നുമില്ല. എങ്കിലും ആർദ്ര സ്നേഹം മാടി വിളിക്കുകയാണ്. ചുട്ട അപ്പവും മീനും അപ്പവും തീക്കനലിരിക്കുന്നു. കർത്താവിനെ കൂടാതെ പടകും വലയുമായി പോയവരെ വീണ്ടും വിളിച്ച് അവരെ ശക്തീകരിച്ച് ആടുകളെ മേയ്ക്കുവാനും കുഞ്ഞാടുകളെ മേയ്ക്കുവാനും സഭയുടെ ശില്പികളായി അവരെ ബലപ്പെടുത്തിയ കർത്താവ് നമുക്ക് കാണുവാൻ കഴിയും. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവെഴുത്തിൽ ജാതികളെ അപ്പോസ്തലൻ, ഒരിക്കൽ ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ചവൻ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നവൻ, അത് യെരുശലേമിലെ ക്രിസ്ത്യാനികളെ പിടിച്ചു കൊട്ടുവാൻ മഹാപുരോഹിതൻ സമ്മതപത്രം വാങ്ങിയ ശൗലിനെ ആ പൗലോസായി രൂപാന്തരപ്പെടുത്തി. ഭാഗ്യവാനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, 1 തിമോഥെയോസ് 1:12, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി വെച്ചതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. വളരെ ആനുകാലിക പ്രസക്തമായൊരു വേദഭാഗമാണിത്. അതേ, വിളിച്ച കർത്താവ് ഭാഗ്യവാനായിരിക്കുന്ന പൗലോസിനെ വിശ്വസ്തനെന്നെണ്ണുകയാണ്. ഇന്ന് ആത്മീയഗോളം ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ട കാലത്തിലൂടെ സഭയും സമൂഹവും പോകുമ്പോൾ പൗലോസിന് വേറെ ഒന്നും പറയുവാനില്ല. പൗലോസിനൊരു കാര്യമുണ്ട്, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്, എന്നെ ശക്തീകരിച്ചത് എൻ്റെ കർത്താവാണ്, എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയിരിക്കുന്ന കർത്താവാണ്. ദൈവമക്കളെ, ഇന്ന് ആത്മീയഗോളത്തിൽ ഈ വിളിക്ക് ഞാനും നിങ്ങളും പാത്രീപുതരാണോ? സ്വയം വിശകലനം ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ തിരുവെഴുത്തിൽ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെ മേയ്പാൻ നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചു കൊള്ളണം. ഇന്നൊരു ഇടവകയിൽ ഒരു പുരോഹിതനെ, ഒരു സഭയിൽ ഒരു മേൽപ്പട്ടക്കാരനെ, ഒരു കൂട്ടായ്മയിൽ ഒരു സുവിശേഷകനെ ദൈവം വിളിച്ചാക്കി വെച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയുടെ അധ്യക്ഷന്മാരായിട്ടാണ്. ശാന്തമായി ചിന്തിക്കുക. ദൈവമേൽപ്പിച്ച ആടുകൾ നമ്മുടെ കരങ്ങളിൽ സുരക്ഷിതമാണോ? ഇന്ന് അനേക മക്കൾ ലഹരിക്കും കഞ്ചാവിനും മദ്യത്തിനും അശുദ്ധിക്കും പാപത്തിനും വശംവദരാകുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് മറക്കരുത്. 1 പത്രോസ് 1:18, കുഞ്ഞുങ്ങളെ, വെള്ളി പൊന്ന് തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ഇന്ന് മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഭാഷയിൽ അതിർവരമ്പുകൾ വെച്ച് കറുത്തവനെന്നും വെളുത്തവനെന്നും പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും വേർതിരിവയ്ക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവെഴുത്തിൽ ശ്ലീഹന്മാർ തലവനായ പത്രോസ് ഇങ്ങനെ പറയുകയാണ്, ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ജാതികളുടെ അപ്പോസ്തലനായി ആദിമസഭയിൽ പൗലോസ് പ്രേക്ഷിത വേല ചെയ്യുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സഭയുടെ അതിർവരമ്പുകൾ വിസ്തൃതമാക്കിയപ്പോൾ യഹൂദ തത്വസംഗത ഉൾക്കൊണ്ട പത്രോസ് പറഞ്ഞു, അവരെ അഗ്രചർമ്മം ചെയ്ത് യഹൂദ ക്രിസ്തീയ പാരമ്പര്യത്തിൽ കൊണ്ടുവരണം. അവിടെയാണ് 4 കോണും കെട്ടിയ ധൂപെട്ടിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പത്രോസിന് മുമ്പിൽ പ്രവൃത്തി 10-ാം അധ്യായം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് അവൻ ഇത് ആത്മവിവശതയോടെ വെൺമാടത്തിൽ കിടക്കുമ്പോൾ അവന് വിശക്കുന്നൊരനുഭവം ഉണ്ടാകുമ്പോൾ 4 കോണും കെട്ടിയ ഒരു ധൂപെട്ടി പത്രോസിന് മുമ്പിൽ ഇറക്കി വെച്ചിട്ട് പറഞ്ഞു, പത്രോസേ, നീ അറുത്ത് ഭക്ഷിക്കുക. യഹൂദനായ പത്രോസ് പറയുക, ദൈവമേ, ഞാൻ മലിനമായതൊന്നും ഭക്ഷിക്കില്ല. ധൂപെട്ടി അവന് മുമ്പിൽ ഉയർത്തി വീണ്ടും താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു,
പത്രോസേ, നീ അറുത്ത് ഭക്ഷിക്ക്. അവൻ പറഞ്ഞില്ല, കർത്താവേ, ഞാൻ മലിനമായ ഭക്ഷിക്കില്ല. മൂന്നാമത് അവൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമായി നീ എണ്ണുന്നുവോ? പത്രോസിന് കാര്യം മനസ്സിലായി. തോക്കല്ലൻ ശിമോന്റെ ഭവനത്തിലായിരിക്കുന്ന പത്രോസിനെ കൊർന്നേലിയോസ് അയച്ച ശതായുധ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ അയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ നീ കൊർന്നേലിയോസ് അയച്ച അവരുടെ കൂടെ നീ തോൽക്കൊല്ലൻ ശിമോന്റെ ഭവനത്തിൽ നിന്ന് കേഫാവിനോട് പറയുകയാണ്, നീ കടന്നു ചെല്ലണം. ഇതാ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ജാതികൾ കൂടി വന്നിരുന്ന് അവർക്ക് കൈയടിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പത്രോസ് ശ്ലീഹ അവരുടെ മധ്യ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ പത്രോസ് ഒരു കാഴ്ച കാണുകയാണ്. ആമേൻ. ജാതികളുടെ മേൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തിയായുടെ ദിവ്യമായിരിക്കുന്ന അനുഭവത്തിൽ പത്രോസിന് മേൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഈ ജാതികളുടെ മധ്യ ഇറങ്ങിയപ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, നമ്മളെപ്പോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഈ ജനത്തിന് എങ്ങനെ വെള്ളം വിലക്കുവാൻ കഴിയും? പത്രോസ് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 10:47, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനമേൽപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? ആമേൻ. പ്രവൃത്തി 10:48, പത്രോസ് അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നിട്ട് 31 വർഷക്കാലം ദൈവമക്കളെ ഈ ശുശ്രൂഷ നെഞ്ചിലേറ്റുവാൻ ആയിരക്കണക്കിന് കാട്ടുപ്രാക്കളെ സഭയോട് ചേർക്കുവാൻ ദൈവം ഈ ശുശ്രൂഷയോർത്ത് എടുത്ത് വിനിയോഗിച്ചതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിവിടെ വാക്കിൽ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ച ചിന്തയ്ക്കായി ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ആമേൻ ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാണ്. ഏറിയ സംവത്സരങ്ങൾക്ക് മുമ്പ് പണിതായിരിക്കുന്ന, എന്നാൽ ഈ നാളുകളിൽ അനേക തകർന്നടിഞ്ഞു കിടക്കുന്ന ആ ദൈവാലയങ്ങളെ, ദൈവത്തിൻ്റെ മന്ദിരങ്ങളെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതേ 2 കൊരിന്തി 5:14 കണ്ടു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. കണ്ണുകളെ ചേർത്തടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭൂമിയിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. വിളിയും തിരഞ്ഞെടുപ്പും കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും കർത്താവേ ആ ഫലം നിലനിൽപ്പാൻ. ഒടുവിൽ നിന്റെ പുനരാഗമനത്തിൽ ഇടയൻ ചേർത്ത് നിർത്തും. 2 താലന്ത് കിട്ടിയവൻ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, അത് 4 ആക്കി. 5 കിട്ടിയവൻ പറഞ്ഞു, കർത്താവേ ഞാൻ 5 കൂടി ചേർത്ത് 10 ആക്കി. കർത്താവേ, 1 കിട്ടിയവൻ ആ ടാലന്റുകളെ ഉറുമാലിൽ പൊതിഞ്ഞ് ഭൂമിയിൽ കുഴിച്ചിട്ടു. ശപിക്കപ്പെട്ട ദാസനെ സാത്താനും കൂട്ടർക്കുമായി ഒരുക്കിയ നിത്യ നരകാഗ്നി അവകാശമാക്കുക. ആ കഠിനകരമായ ശബ്ദം ഈ വചനം കേൾക്കുന്ന ഒരു മക്കൾ പോലും അതിനെ നേരിടുവാൻ വരരുത്. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് വിളി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ജീവൻ്റെ വഴി എന്ന TV പ്രോഗ്രാമിന് ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവ് അതിനു വേണ്ടി തെരഞ്ഞത് ഈ ചാനലിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാറിനെയും സഹപ്രവർത്തകരായ ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന ആണിപ്പഴുതേറ്റ കരം, വലിയ വിടുതൽ നടക്കണം. കർത്താവെ, സുവിശേഷത്തിന് വലിയ അഗ്നി കത്തിപ്പടരണമേ. ഈ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മകനെ താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടകളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം ഇന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും
ആരാധ്യനാ നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഈ ആരാധനയ്ക്കായി ഈ സമയം നമുക്ക് വേർതിരിക്കാം, ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. യേശുനാഥാ നീ കർത്തനാം രക്ഷകൻ, നീ ദൂതന്മാരാപ്പകൻ വാഴ്ത്തിയിടുന്നോ. നന്ദിയായി വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ആരാധിക്കുക ദൈവമക്കളെ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. സർവശക്തനായ ദൈവമേ, ഓ സ്തുതിക്കുന്നു, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഓ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. Praise the Lord. Hallelujah. ഓ എല്ലാ മഹത്വവും നിനക്ക്. സ്തോത്രം, സ്തോത്രം. Hallelujah. Yes, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ആത്മാവാകുന്ന ദൈവത്തെ. Hallelujah, hallelujah. Praise the Lord. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ സമയം ഞങ്ങളെ നീ പരിശുദ്ധാത്മാവേ സഹായിച്ചതോർത്ത് സ്തോത്രം. നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. ആരാധന ഇറങ്ങി വന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. ആമേൻ.